എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് എഡ്യൂക്കേഷണൽ ചാർട്ട്സുമായിട്ടാണ്. ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് ഞാൻ മുമ്പ് എൻ്റെ മോൻ ഒരു 4 വയസ്സുള്ള സമയത്ത്, അവൻ LKGയിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു. ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തുള്ള ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൻ ദിവസവും വന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ഇതിലുള്ള കുറേ ഇമേജസൊക്കെ അവന് പരിചിതമായി. നമ്മൾ കുട്ടികളെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് അവർ സ്വമേധയാ കണ്ടും അറിഞ്ഞും അവരങ്ങ് പഠിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അതിനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ പാരൻസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ സ്ട്രെസ് ചെയ്ത് ഒരുപാട് ബൈ ഹാർട്ട് പഠിപ്പിക്കുകയോ അല്ലെ അടിച്ചും ചീത്ത പറഞ്ഞും ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം അതിനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ഒരുക്കി കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അവർ പഠിക്കുന്ന അതുപോലെ അവർ പഠിക്കട്ടെ. ഒരുപാട് നമ്മളങ്ങ് ചെറിയ ക്ലാസ്സുകളിലുള്ള കുട്ടികളെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ വലുതാവും തോറും പഠനത്തിനുള്ള ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്കതിനനുസരിച്ച് പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നില്ല. നമുക്ക് ഈ ഒരു ചാർട്ടുകൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കാണും, ഷേപ്സിനെ പറ്റിയുള്ള ചാർട്ടുകളാണ്. അപ്പോൾ ഇതിൽ 3, 3, 6, 3, 9, 12 ഷേപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, വളരെ നല്ല ഇമോജികളൊക്കെ ആയിട്ടാണ് ഈ ഷേപ്സൊക്കെ അവർ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനൊന്നും എൻ്റെ മോൻ അറിയില്ല കേട്ടോ, എന്നാലും ഒരുവിധം ഷേപ്സൊക്കെ അവൻ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഒട്ടിച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഡൊമസ്റ്റിക് ആനിമൽസ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പേപ്പറിലാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. ദിസ് ഇസ് ഡൊമസ്റ്റിക് ആനിമൽസ്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അവർ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ആൽബംസൊക്കെ തയ്യാറാക്കാനുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ്. ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ചിത്രങ്ങളുണ്ട്. പിന്നെ സീ ആനിമൽസ്. നിങ്ങൾ നോക്കുക, എത്ര കളർഫുള്ളായിട്ട് പിന്നെ എത്ര ഒരു ക്വാളിറ്റിയോട് കൂടിയാണ് അവർ ഓരോ സ്റ്റിക്കറുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇത് കുറച്ചിവിടെ ഞാൻ പറയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്പർ ചാർട്ടാണ്. ഇത് മോന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1 to 50 വരെയുള്ളതാണ്. LKGയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ 50 വരെയൊക്കെ അവർക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. വളരെ കളർഫുള്ളായിട്ടാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്താ, ഓക്കെ. പിന്നെയുള്ളത് മൈ സൗണ്ട് ചാർട്ടാണ്. ഓരോരോ സ്പെല്ലിങ്ങിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ. എ കാറ്റ്, എ ഹെൻ. ഇത് സ്പെല്ലിങ്സ് അല്ല, സൗണ്ട്സാണ്. നമ്മൾ എ കാറ്റ്, എ ഹെൻ, ഇ പിഗ്, a fox, a sun, thumb, cheese, shark. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടിക്ക് പെട്ടെന്ന് നമ്മൾ സ്പെല്ലിംഗ് വൈസ് വേർഡ്സ് പഠിപ്പിക്കുന്നതിനും പകരമായിട്ട് ഇങ്ങനെ ഇത് സൗണ്ട്സ് വെച്ചിട്ട് ഫോണറ്റിക്സ് വെച്ച് കുട്ടികളെ റീഡ് ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടി നല്ലതാണെന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് സൗണ്ട്സും പിന്നെ അതിൻ്റെ വേർഡ്സും വരുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് കേട്ടോ. പിന്നെ വേസ് വി യൂസ് അവർ മാനേഴ്സ് എന്നുള്ള മറ്റൊരു മാനേഴ്സിനെ പറ്റി പഠിപ്പിക്കാനും ഒക്കെയുള്ളൊരു ചാർട്ടാണ്. ഇതും മക്കൾക്ക് വായിച്ചു കൊടുത്താലും ഒക്കെ നല്ലതാണ്. വി ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഷെയർ വിത്ത് അതേഴ്സ്. വി തിങ്ക് ഓഫ് വേസ് ടു ബി കൈൻഡ് ടു അതേഴ്സ്. നമ്മൾ പരിപാലിച്ചു പോരേണ്ട ശീലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ചാർട്ടാണിത്. വി കീപ്പ് അവർ ഹാൻഡ്സ് ടു അവർ സെൽസ്. വി സേ പ്ലീസ് ആൻഡ് താങ്ക് യു. വി കീപ്പ് അവർ ഫീറ്റ് വേർ ദേ ബിലോങ്. വളരെ നല്ലതായിട്ട് തോന്നി എനിക്ക്. ഇതും വളരെ നല്ലൊരു ചാർട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൂടി 1, 2, 3, 4, 5,
6. ഇനി 2 എണ്ണം കൂടിയുണ്ട്, അത് ഞാൻ അവിടെ പറിച്ചിട്ടില്ല, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അത് ABC ചാർട്ടാണ്. ബേസിക് ആയിട്ടുള്ള A to Z ഉള്ള അതിൻ്റെ ഇമേജസ്, ചിത്രങ്ങളും A for ആപ്പിൾ, B for ബോൾ അതുപോലുള്ള ഒരു ചാർട്ടാണ്. പിന്നെ ഉള്ളത് മൈ ബോഡി എന്നുള്ള ഒരു ചാർട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, അത് ഞാൻ പറിച്ചിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ വേണമെങ്കിൽ ഒരുപാട് മുമ്പ് വാങ്ങിയതാണ്. അവൻ LKG പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ അവൻ 2ാം ക്ലാസ്സിലായി. അപ്പോൾ ലിങ്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ ഒരുപാട് വിലയൊന്നുമില്ല, 200 റുപ്പീസിൻ്റെ ഒക്കെ താഴെ വരുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ അത് നല്ല ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ വളരെയധികം കൂടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മറ്റ് 2 ചാർട്ട്സും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റ് 2 ചാർട്ടുകൾ. ഇത് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. അത് എനിക്ക് പറക്കാൻ തോന്നിയില്ല. മറ്റേതൊക്കെ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച സമയത്ത് വേഗം ഇതൊക്കെ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരികയും ചെയ്തിരുന്നു. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു പേപ്പറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഇത് ഷെയർ ചെയ്യാൻ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി അടുത്ത് തന്നെ വരാം കേട്ടോ.